നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നന്മത്തിന്റെയും നന്മയുടെയും ജാലകങ്ങൾ തുറക്കുന്ന ജീസസ് കിഡ്സിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. സ്നേഹത്തിന്റെയും കുസൃതികളുടെയും കഥകളുമായി ദാവീദിന് നമ്മുടെ കൂട്ടുകാർ. കാണാം കാട്ടിലെ കൂട്ടുകാർ. അല്ല, ഇന്നത്തെ കളി നല്ല രസമുണ്ടായിരുന്നല്ലേ? എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല കേട്ടോ. നേരാ, എത്ര കാലമായി ഈ ബോൾ കളി തുടങ്ങിയിട്ട്. കറക്റ്റ്, മടുത്തു. നേരം പോകാൻ എന്തെങ്കിലും വേണ്ടേ എന്ന് വിചാരിച്ചാ ഞാൻ ഈ കളിക്കാൻ വരും. എന്നാ നമുക്ക് നാളെ വേറെ എന്തെങ്കിലും കളി കളിച്ചാലോ? അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ തന്നെ സമയം കളയാൻ യാതൊരു വഴിയുമില്ല. സംഗതി നേരാ. വീട്ടിലിരുന്നാൽ അതെടുക്ക് ഇതെടുക്ക് അതെടുക്ക് ഇതെടുക്കുന്നൊക്കെ പറഞ്ഞൊരു മനസമാധാനവും തരത്തില്ല. വീട്ടില് അവര് പറയുന്ന പണിയൊക്കെ തീർത്താണല്ലോ ഞാൻ കളിക്കാൻ വരുന്നത്. അത് മോട്ടുവിന്റെ വിവരക്കേട്. എന്തെങ്കിലും പണി പറഞ്ഞാൽ ഞാനൊരു ഐഡിയ എടുക്കും. വയറുവേദന, തലവേദന എന്നൊക്കെയല്ലേ? അയ്യോ, അതെങ്ങനെ കോരി അറിഞ്ഞു? എന്റെ ദിവസവുമുള്ളടവല്ലേ ഇതൊക്കെ. അങ്ങനെ അപ്പോ നിങ്ങള് വീട്ടില് പണിയൊന്നും എടുക്കാതെ കളിക്കാനായി മാത്രം നടക്കുന്നവരല്ലേ? മോട്ടു, നമ്മളെല്ലാം കുട്ടികളാ, കളിച്ചു നടക്കേണ്ട പ്രായം. അതൊക്കെ ശരി തന്നെ. പക്ഷെ മാതാപിതാക്കൾ പറയുന്നത് അനുസരിച്ചിട്ട് വേണം ജീവിക്കാൻ. തുടങ്ങി ഉപദേശം. ഉപദേശിക്കാതെ നാളെ എന്ത് പുതിയ കളി കളിക്കാമെന്ന് പറ. അതെ, പുതിയ കളി, പുതിയ സമയം കളയാം. അപ്പോ നിങ്ങൾ വീട്ടുകാരെ അനുസരിക്കാതെ ജീവിക്കാൻ തീരുമാനിച്ചോ? ചിലപ്പോ അങ്ങനെയും ആകാം. എങ്കിൽ നിങ്ങൾ തീരുമാനിച്ചോ, ഞാൻ പോവാ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ദേഷ്യം വന്നോ? ശരിയാവില്ല. കണ്ടില്ലേ പോണ പോക്ക്? ഒരു പന്തിന്റെ ഗമയാ. വിട്ടുകളാ, വാ, അടുത്ത സ്ഥലം നോക്കാം. അവള് പോണേ പോട്ട്. അമ്മേ, ഇനി ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ? മോള് വിറകെടുത്തിട്ടോ? തുണി എടുത്ത് വെച്ചോ? എല്ലാം ചെയ്തല്ലോ. എന്നാ പോയിക്കോ. അല്ല, അധികം താമസിക്കരുത് കേട്ടോ. ഏയ് ഇല്ലമ്മേ. മോളെ, മോള് ചായ കുടിച്ചിട്ട് പോകോ? അമ്മേ, ഞാൻ വന്നിട്ട് കഴിച്ചോളാം. എന്നാ ശരി. നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നോ? വാ, നമുക്ക് കളിക്കാൻ പോവാം. ഞങ്ങൾ കളി നിർത്തി. കളി നിർത്തി? അതെ, തൽക്കാലം ഞങ്ങൾ കളി നിർത്തി. അതെന്താ? ഇനി പേപ്പർ വായിച്ച സമയം കളയാൻ പോവാ. പേപ്പർ വായിച്ചിട്ട് സമയം? ഞങ്ങൾ എങ്ങനെയെങ്കിലും സമയം കളഞ്ഞോളാം. എന്നോട് പിണക്കമാണോ? ഇണക്കവും പിണക്കവും ഒക്കെ പിന്നെ പറയാം. മോട്ട് ശല്യം ചെയ്ത സ്ഥലം പറയല്ലേ? അവള് വന്നിരിക്കുന്നു. അല്ല, നമ്മളിപ്പോ കളിക്കാതെ അവരോടൊപ്പം കൂടാതെ എത്ര നാളിങ്ങനെ കഴിയാ? അതൊക്കെ ശരിയാകും, വിഷമിക്കാതെ. അല്ല, കോരു എന്ത് ഇത്ര കാര്യമായിട്ട് പേപ്പറിൽ നോക്കുന്നേ? നമുക്ക് സമയം കളയാൻ ഒരു മാർഗം. ഗെയിം മെഷീൻ. അല്ല കോരു, കുറെ ദിവസം കാത്തിരിക്കേണ്ടി വരുമോ? നമ്മൾ മണി ഓർഡർ വഴി പണം അയച്ചിട്ടല്ലേ ഉള്ളൂ. എന്തായാലും 1 വീക്ക് കഴിയും. അയ്യോ, ഇതൊക്കെ നടക്കുമോ ആവോ? ആർക്കറിയാം പണം നഷ്ടപ്പെടുമോ? പണമൊന്നും നഷ്ടപ്പെടില്ലതേ. പണം അടച്ചതിന്റെ ബില്ല് നമ്മുടെ കയ്യിലില്ലേ? അതുവാ, എന്നാലും നമ്മുടെ ഈ ചെയിനിൽ 1-2 പേര് കൂടി ചേർക്കണം. എങ്കിലേ അടച്ച പണത്തിന്റെ പകുതി നമുക്ക് കിട്ടും. നമ്മുടെ ചെയിനിൽ ഇവരെ ചേർക്കാം. എന്താ കാര്യം? തിരക്കിലാണോ നിങ്ങൾ?
എന്ത് തിരക്ക്? ഇൻഷുറൻസിന്റെ കാര്യം ചോദിച്ചാ മതി. അതെ ഞങ്ങളൊരു ഉഗ്ര പ്ലാനുമായിട്ടാ വന്നിരിക്കുന്നത്. എന്ത് പ്ലാനാണോ? കുറച്ച് പണച്ചെലവുണ്ട്. ഉം. ആ, ഇത് കണ്ടോ? നോക്കൂ. കുറഞ്ഞ വിലക്ക് കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന computer പ്രത്യേക game. ഉപകരണം. അമ്മ. അയ്യോ, ഇതിനൊക്കെ കുറേ പിന്നെ പണമില്ലേ? പണം മുടക്കാതെ സമയം കളയാൻ പറ്റുമോ? യ്യോ, എത്ര പണം വരും? അത് പിന്നെ കുറഞ്ഞ പണമേ വരുള്ളൂ. ഓഹോ. ഒരാൾക്ക് 10,000 രൂപ. പിന്നെ ഒരു ലാഭമുണ്ട്. ഓ. കോവരേട്ടൻ പുതിയ ഒരാളെ ശൃംഖലയിൽ ചേർത്താൽ പകുതി പണം തിരികെ കിട്ടും. എങ്ങനെയുണ്ട്? ഗ്രേ, 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 ഗ്രേ. അതായത് നമ്മൾ ഈ ബിസിനസ്സിൽ ഒരാളെ ചേർക്കുമ്പോൾ നമുക്ക് 500 രൂപ കമ്മീഷൻ കിട്ടും. അപ്പൊ നമുക്ക് ലാഭമല്ലേ? അപ്പം ഇതൊന്നും നടക്കില്ല. ഇത്രയും പണം ഓ, എങ്ങനെ നിങ്ങൾ കിട്ടാനാ? വിചാരിച്ചാൽ നടക്കുമെന്നേ. അതെ അതെ. പിന്നെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ സമയം കളയാമല്ലോ. നമുക്കിപ്പം പന്ത് കളിയും ചെസ് കളിയും കാരംസ് കളിയും ഒക്കെ ആയിട്ട് പോയാൽ അതൊന്നും പോരെ? പോരാ. ഇത് കമ്പ്യൂട്ടർ യുഗമാ. ഗെയിം ചേഞ്ച് ചെയ്യണം, എങ്കിലേ ഒരു സുഖമുള്ളൂ. എന്തായാലും ഇത്ര പണം ഉണ്ടാക്കാൻ കഴിയില്ല. വന്നപ്പോ നമുക്ക് പോവാ. നിങ്ങൾ പോയിക്കോ. തപാലിൽ കമ്പ്യൂട്ടർ ഗെയിം മെഷീൻ വരുമ്പോഴേ നിങ്ങൾ കാണാൻ അതെ, അതെ, വന്നോളണം. അതെ. ഞങ്ങൾ ജീവിതം ആസ്വദിക്കുമ്പോൾ നിങ്ങൾ തേരാപര നടക്കുന്നത് ഞങ്ങൾക്ക് കാണണം. അതൊക്കെ നിങ്ങൾ എന്തോ ആയിക്കോ. ഇത്രയും പണം മുടക്കുമ്പോ അയ്യോ ഉപദേശമൊന്നും വേണ്ടേ. ഞങ്ങൾ ഉപദേശിച്ച മൂട്ടിപ്പ് ഞങ്ങൾ ശത്രു. ഞങ്ങളെന്താ നിങ്ങളുടെ ശത്രു ആകുന്നില്ല. ഞങ്ങൾ വലിയ ബുദ്ധിമാന്മാരാ വന്നിരിക്കുന്ന. ശരി, എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. സാറേ, എന്റെ എത്ര കാലത്തെ അധ്വാനമാ പോയതെന്ന് അറിയാമോ? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ആരെ സംശയിക്കാനാ സാറേ? എന്റെ പപ്പീസിനൊരു മാല വാങ്ങിക്കൊടുക്കാൻ വേണ്ടി സ്വരൂപിച്ച കാശായി. എനിക്കോ? ശ്ശോ, അമ്മ ഇത് നേരത്തെ എങ്കിൽ നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എന്താ പപ്പീസേ, നമുക്ക് പണം നഷ്ടപ്പെട്ടതിന് ഒരു പരാതി കൊടുക്കാം അല്ലേ? അത് പിന്നെ സാറേ, അതായത് പരാതിയൊന്നും വേണ്ട സാറേ. പണം എടുത്തവൻ ഗുണം പിടിക്കില്ല. തീർച്ചയായും. മനസാക്ഷിയുള്ളവരാണെങ്കിൽ ആ പണം തിരിച്ചു തരും. തീർച്ച. അതെ സാറേ, ഞാൻ അത്രയും കഷ്ടപ്പെട്ട കാശാ അത്. കാണാം. പരാതി കൊടുക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. ശരി സാറേ. അല്ല, പപ്പീസ് കളിക്കാനൊന്നും പോകുന്നില്ലേ? അത് പിന്നെ ഇല്ല സാറേ. 2-3 ദിവസമായി വീട്ടിൽ തന്നെ ഓ ഇരിപ്പാ. ശരി, എങ്കിൽ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അറിയിക്കണം. ആയിക്കോട്ടെ സാറേ, ശരി. വലിയ ഉപകാരം. പോട്ടെ പപ്പീസേ. എന്റെ അമ്മോ, അമ്മയുടെ വിഷമം കാണുമ്പോ സങ്കടം വരാണ് കേട്ടോ. ഓ, അതൊന്നും സാരമില്ലെന്നേ. രണ്ടുപേരെ നമ്മുടെ ശൃംഖലയിൽ ചേർത്താൽ 10,000 രൂപ കിട്ടുമായിരുന്നു. ആ പണം കിട്ടിയ അമ്മയുടെ അടുത്ത് നിന്ന് മോഷ്ടിച്ച കാശ് തിരികെ അവിടെ ധൃതി വെക്കാമായിരുന്നു. വെക്കാതെ നമുക്ക് ആരെങ്കിലും ഒക്കെ വീഴ്ത്താമെന്നേ. മമ്പൻ സാറിന്റെ നോട്ടം കാണുമ്പോഴേ ഓർക്കുമ്പോ പേടിയാവുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആളെ ചേർത്ത ഗെയിം മെഷീൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ എന്ത് പേടിക്കാൻ? എന്നാലും എത്ര ദിവസം എന്ന് വെച്ചാ ആ പീലിയും കോവറും പോലും നമ്മുടെ വലയിൽ വീണില്ലല്ലോ. അവര് മാത്രമല്ലല്ലോ ഇവിടെ നമുക്ക്. മറ്റാരെങ്കിലും കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് നമ്മുടെ പക്ഷത്താക്കാൻ നമുക്ക് അവരെ നോക്കാം. ഒന്ന് വന്നേ. എന്നാ നമുക്ക് ഗംഭീറിന്റെ അടുത്ത് പോവാം. വാ. കുറച്ച് വെള്ളം കിട്ടിയ കുടിക്കായിരുന്നു. കുറച്ച് വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതിയായിരുന്നില്ലേ? പിന്നെ ഇവിടെ വന്നിട്ട് വെള്ളം ചോദിക്കുന്നു. അല്ല പിന്നെ എന്തായാലും ആ പപ്പീസിന് കോരൂരും വന്നൊരു മാറ്റം കണ്ട. പിന്നെ അവര് നമ്മളോടൊപ്പമുള്ള കളി പോലും നിർത്തിയില്ലേ? അവർക്ക് പുതിയ ഗെയിം മിഷൻ വരും. അത് അവരതും കാത്തിരിക്കുവാ. വെറുതെ അല്ല അവര് വരാഞ്ഞത്. ഞാൻ കൊറേ വിളിച്ചതാ കളിക്കാൻ. എന്തൊക്കെയാവോന്ന് ആർക്കറിയാം. കൊറേ പണവും മുടക്കി കാത്തിരിക്കുവാ. ദേ, അതിനിടയ്ക്ക് പപ്പീസിന്റെ വീട്ടിൽ നിന്ന് പണം കളവ് പോയിന്ന്. അത് പപ്പീസ് തന്നെ എടുത്തതായിരിക്കും. പപ്പീസിനെ വെറുതെ കുറ്റമൊന്നും പറയണ്ട. നമ്മള് കണ്ടിട്ടൊന്നുമില്ലല്ലോ. എന്തായാലും ഒരാള് വെറുതെ കുറ്റക്കാരനാക്കരുത്. പാവം. ഞാൻ ഊഹിച്ചതല്ലേ. അത് തെറ്റാ കോവറെ.
ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്നതിന് തുല്യം. ദേ, അതൊക്കെ വിട്, നമുക്ക് കളിക്കാം. നാളെ ക്ലാസ് ഉള്ളതാ. എന്താ ഇത് എന്താ കളിക്കാം ഇതുകൂടെ ഉള്ളൂ. ആ, പിടിച്ചോ. മോളങ്ങ് ദൂരെ പോയല്ലോ. ഇപ്പോഴാ സമാധാനമായത്. അതെ അതെ അതെ, ഞാനും ഒന്ന് പേടിച്ചു. എന്തായാലും ഗെയിം മെഷീൻ കിട്ടിയല്ലോ. സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിയെന്നറിഞ്ഞാൽ മറ്റുള്ളവർ വാങ്ങാൻ തയ്യാറാകും. അങ്ങനെ മറ്റുള്ളവർ ചേർത്താൽ നമ്മുടെ പണം തിരിച്ചു കിട്ടും. ഗെയിം മെഷീൻ ലാഭം. പറഞ്ഞത് കാര്യാ. നമുക്ക് പൊളിച്ചു നോക്കിയാലോ? മെഷീൻ കാണാൻ എനിക്ക് കൊത്തിയാകുന്നു. ഈശ്വരാ, എന്താ ഞാൻ എനിക്ക് ആദ്യം തീ പൊളിക്കാം. പൊളിക്കും. ഇവിടെ ആയിക്കോട്ടെ, ഇരിക്കാം. പൊളിച്ചോളൂ പൊളിച്ചോളൂ. എന്റെ അമ്മോ, അല്ല, സൂപ്പർ പാക്കിംഗ് ആണ് കേട്ടോ. എന്തോ ഒരു പ്രത്യേകതരം മെഷീനാണുള്ളത്. അതുകൊണ്ടാണല്ലോ ഇത്ര എനിക്ക് സൂക്ഷിച്ച് പാക്ക് തോന്നുന്നത് ഇത് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലൊക്കെ ഉള്ള ഒരു പ്രത്യേകതരം ഗെയിമാണെന്ന് തോന്നുന്നത്. സാധാരണ ആമസോണിൽ നമുക്ക് ഇത്തരം ഗെയിമുകളൊക്കെ എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ച് തുറക്ക്. ചേടാ, ഇത് ഇനിയും ഇതെന്താ ബോക്സ് മാത്രം? അതിനകത്തായിരിക്കും. തുറക്ക് തുറക്ക് തുറക്ക്, ആ പെട്ടി തുറക്ക്. ഓ, പിന്നെ പെട്ടി. ചേടാ, ഓ, ദേ പിന്നെയും ഒരു പെട്ടി. ഇതിപ്പോ എന്ത് ചെയ്യാനാ? ഓ. പിന്നെയും പെട്ടി. ദേ വീണ്ടും. ചേടാ, ചേടാ. ഇതൊരു പെട്ടി. ഒരു നമ്മള് ചതിക്കപ്പെട്ടു എന്നാ തോന്നുന്നേ. എന്റെ ദൈവമേ, ഞാൻ നോക്കട്ടെ. ശ്ശേ, നോക്ക്. കാലിപ്പെട്ടി. ദേ കണ്ടോ, ചതിച്ചല്ലോ ഗോരു. എന്റെ പണം മുഴുവൻ പോയല്ലോ എന്റെ ഗോരു. കാര്യം അത് തന്നെയല്ലേ പപ്പീസേ. അയ്യോ, ഇനിയിപ്പൊ നമ്മൾ എന്തോ ചെയ്യും? ഛേ. ഇങ്ങനെ ഒരു ചതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. അയ്യോ, എന്റെ പണം ഈ കാലിപ്പെട്ടികളെല്ലാം എന്താ കൊണ്ടുപോയില്ലേ? സംഭവിച്ചത്? എന്താ ഈ കാണിക്കുന്നത്? എന്താ പറ്റിയത്? ഞങ്ങള് ചതിക്കപ്പെട്ടു സാറേ, ചതിക്കപ്പെട്ടു. അറിയാതെ കാര്യം പറ പപ്പീസേ. സാറേ, ഞങ്ങള് പേപ്പറില് പേപ്പറില് എന്താ കോരു, എന്താ സംഭവിച്ചത്? എല്ലാം പറയാം സാറേ. അതായത് ഞങ്ങൾ പേപ്പറില് ഓഹോ, അപ്പോ പപ്പീസിന്റെ വീട്ടിലെ പ്രശ്നത്തിനും ഈ മെഷീൻ കാരണമായല്ലേ? മക്കളെ, നിങ്ങൾ ചെയ്ത തെറ്റ് വളരെ വലുതാ. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. സാറേ, അബദ്ധം മതി മതി, പറ്റിയതാ സാറേ. കരച്ചിൽ നിർത്തൂ. കരയണ്ട, പോയത് പോട്ടെ. നിങ്ങൾ എന്റെ കൂടെ വാ. നടക്കൂ. അത് കണ്ടോ, നിഷ്കളങ്കരായ മനസ്സോടെ ആർത്തുല്ലസിക്കുന്നവരെ. ഒന്നും വേണ്ടായിരുന്നു. നിങ്ങൾ അവര് പറഞ്ഞത് കേട്ടില്ല. അവരുടെ വാക്കുകളെ പുച്ഛിച്ചു തള്ളി. ശരിയല്ലേ? സാറേ, ഞങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ പോലും വെറുത്തുപേക്ഷിച്ചു. അറിയാം സാർ. ബോട്ട് പറഞ്ഞത് അത് കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഇനി എങ്ങനെ ഞങ്ങൾ അവരോടൊപ്പം കളിക്കാൻ കൂടും?
അവരോടൊപ്പം എങ്ങനെ കളിക്കും? അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. വാ, ഞാൻ നിങ്ങളെ അവരോടൊപ്പം ആക്കാം. സാറേ വളരെ നന്ദിയുണ്ട് സാറേ. മക്കളെ, നന്ദി എന്നോടല്ല, ദൈവത്തിനോട്, നിങ്ങളെ മനസ്സിലാക്കാൻ തയ്യാറായ നിങ്ങളുടെ ഈ കൂട്ടുകാരോട്. കാടിന്റെ ലോകത്ത് നിന്ന് ഇനി വചനത്തിന്റെ ലോകത്തിലേക്ക് ഒരു യാത്ര. ശ്രദ്ധിക്കാം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഹായ് കൂട്ടുകാരെ. ടിങ്കു, ഇന്ന് എന്ത് വിശേഷം നിനക്ക് പറയാനായിട്ടുള്ളത്? അങ്കിൾ, ഏ ഞാനൊരു വാക്യം പഠിച്ചു. ഓ, അത് ശരി. ബൈബിളിലെ വാക്യങ്ങൾ പഠിക്കുന്നത് നല്ലൊരു കാര്യമാണ്. ടിങ്കു നല്ല വാക്യങ്ങൾ പഠിക്കാറുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾ വാക്യങ്ങൾ പഠിക്കാറുണ്ടോ? ഈ വാക്യം പഠിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില ആവശ്യഘട്ടങ്ങളിൽ ഇത് വളരെയധികം പ്രയോജനപ്പെടും. ചിലപ്പോൾ നമ്മൾ ഭാരപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ പരീക്ഷ വരുമ്പോഴായിരിക്കും, ചിലപ്പം രോഗമൊക്കെ പിടിച്ച് നാം കിടപ്പിലാകുമ്പോൾ ഈ വാക്യങ്ങൾ നമ്മളെ വളരെയധികം ആശ്വസിപ്പിക്കും. ഇന്ന് ടിങ്കു ഒരു വാക്യം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഏത് വാക്യമാണ് പഠിച്ചതെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ടിങ്കു, ആ വാക്യം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഞാൻ അറിയാം. ഓക്കെ, ഏത് വാക്യമാണ്? എവിടെയാണ് അത് എഴുതിയിരിക്കുന്നത്? സങ്കീർത്തനങ്ങൾ 139:2. ഓ, സങ്കീർത്തനങ്ങൾ 139-ന്റെ 2-ാമത്തെ വാക്യമാണ് ടിങ്കു പറയാനായിട്ട് പോകുന്നത്. ആ, പറഞ്ഞോ. ഞാൻ ഇരിക്കുന്നതും ആ എഴുന്നേൽക്കുന്നതും ആ നീ അറിയുന്നു. ഓ, അത് ശരി. ഇതാര് പറഞ്ഞ വാക്യമാണ്? ദാവീദ് പറഞ്ഞ വാക്യമാണ്. ദാവീദ് പറയുകയാണ് ദൈവത്തോട്, ദൈവമേ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ അങ്കിൾ അറിയാതെ ടിങ്കു ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അങ്കിളിനറിയാം. നമ്മുടെ മാതാപിതാക്കൾ അറിയാതെ ഒരുപക്ഷെ നമ്മളും ചില കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു ദൈവം. യോന എന്ന് പറയുന്ന ഒരു പ്രവാചകനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം, യോന പ്രവാചകൻ. അതെ, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ വചനങ്ങളെ അറിയിക്കുന്ന വ്യക്തിയാണ് പ്രവാചകന്മാരെന്ന് പറയുന്നത്. യോനയോട് ദൈവം പറഞ്ഞു, നിനവെ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി നിനവയ്ക്ക് വിരോധമായിട്ട് പ്രസംഗിക്കണം. നിനവേലെ ആളുകൾ വളരെ ദുഷ്ടന്മാരായ ആളുകളാണ്. നിനവേലേക്ക് ദൈവം പറഞ്ഞു വിട്ടപ്പം യോനയ്ക്ക് വല്ലാത്ത പേടിയായി. ഞാനെങ്ങനെയാണ് അങ്ങോട്ട് പോവുക? അവൻ മനസ്സിൽ വിചാരിച്ചു. കപ്പൽ കയറി അവൻ എന്ത് ചെയ്തെന്നറിയാമോ? തർസീസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നുപോയി. തർസീസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയത്. ദൈവം പറഞ്ഞ നിനവയിലേക്ക് പോകാനാ. പക്ഷേ യോന എങ്ങോട്ടാ പോയത്? ദൈവത്തിന് ഇഷ്ടമാവുമോ? നോക്കിയ കൂട്ടുകാരെ, അനുസരണക്കേട്. തർസീസിലേക്കുള്ള കപ്പലിൽ കയറി യോന പ്രവാചകൻ അതിൻ്റെ അടിത്തട്ടിൽ പോയി കിടന്നങ്ങ് ഉറങ്ങി. ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? വലിയ കാറ്റടിപ്പിച്ചു. ഈ കപ്പൽ മുങ്ങുവാനായിട്ടുള്ള കാറ്റും തിരമാലകളും ആഞ്ഞടിച്ചു. ഉടനെ കപ്പലിലുള്ള ആളുകൾക്ക് മനസ്സിലായി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അവർ കപ്പലിലുള്ള ചരക്കുകളെല്ലാം എറിഞ്ഞു. പക്ഷേ ഒരു രക്ഷയുമില്ല. എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിപ്പിൻ. അങ്ങനെ എല്ലാവരും അവരവരുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനായിട്ട് നോക്കി. കപ്പിത്താൻ നോക്കിയപ്പം നമ്മുടെ യോനാ പ്രവാചകൻ കിടന്ന് ഉറങ്ങുക. വേഗം ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിപ്പിൻ. എന്തോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ യോനാ പ്രവാചകൻ പറഞ്ഞു, എന്നെ ഈ വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി, സമുദ്രത്തിലേക്ക് ഇട്ടാൽ മതി, കാര്യങ്ങൾക്ക് പരിഹാരമാവും. അതെന്താ അങ്ങനെ പറഞ്ഞേ? യോനയ്ക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ശിക്ഷയാണ്. താൻ മരിക്കാനായിട്ട് ആഗ്രഹിച്ച് വെള്ളത്തിലേക്ക് തന്നെ ഇടുവാനായിട്ട് പറഞ്ഞു. ആളുകൾ മടിച്ചു. പക്ഷേ തൻ്റെ നിർബന്ധത്താൽ യോനയെ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷെ ദൈവം വിട്ടില്ല. ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഒരു മത്സ്യത്തെ പറഞ്ഞയച്ചു. യോനയെ ഈ മത്സ്യം വിഴുങ്ങി. 3 ദിവസം ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ യോന കിടന്നു. ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു കരയിൽ കൊണ്ടുപോയി ഛർദ്ദിക്കുവാനായിട്ട്. അങ്ങനെ 3-ാം ദിവസം യോനയെ
മത്സ്യം ഛർദ്ദിച്ചു. എവിടെയോ കൊണ്ടുപോയി ഇട്ടേന്നറിയാമോ? ദൈവം പറഞ്ഞ സ്ഥലത്ത്, നിനവയിൽ. പ്രിയ കൂട്ടുകാരെ, യോനയുടെ കഥ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. ദൈവത്തിന് വിരോധമായി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ദൈവം ശിക്ഷിക്കും. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് അവൻ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ പിന്നീട് ഒരിക്കലും തെറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ദൈവത്തിൻ്റെ പ്രവാചകനാണ് യോന, പക്ഷേ തെറ്റ് ചെയ്തു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ അനുസരിച്ച് നല്ല ജീവിതം നയിക്കണം. യോന പോയി നിനവയിൽ പ്രസംഗിച്ചു. ദുഷ്ടന്മാരായ ആളുകളാണ്, പക്ഷെ അവരെന്ത് ചെയ്തെന്നറിയാമോ? അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടു. ദൈവം നമ്മെ ഏൽപ്പിച്ച ജോലി തക്ക സമയത്ത് നാം ചെയ്തിരിക്കണം. ദൈവത്തെ അനുസരിച്ച് നല്ല കുഞ്ഞുങ്ങളായിട്ട് മാറണം. ഞാനും പലപ്പോഴും തെറ്റാറുണ്ട്. അതെ, നമ്മൾ പഠിച്ച വാക്യം എന്താ? എൻ്റെ നിരൂപണം മുഴുവൻ അറിയുന്ന ഒരു ദൈവം, ഞാൻ എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും അറിയുന്ന ഒരു ദൈവമുണ്ട്. അത് മനസ്സിലാക്കി വേണം നാം ഓരോരുത്തരും ജീവിക്കുവാനായിട്ട്. ഇനി അങ്ങനെ ചെയ്യുമോ? ഞാൻ നല്ല കുട്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, കൂട്ടുകാരങ്ങനെ ചെയ്യത്തില്ലേ? അവനും ചെയ്യും. ഓക്കെ, ബായ്. ഇന്ന് നമ്മുടെ കൂട്ടുകാർ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ മുൻപ് ഒരു പാട്ട് വേണമല്ലേ? ശരി, ഞാൻ പാടാട്ടോ. മാതാവേ, റോസാപ്പൂക്കളുമായി അണയാം ഞാൻ. മാതാവേ, റോസാപ്പൂക്കളുമായി അണയാം ഞാൻ. ചുമന്ന പൂവാമിൻ ഹൃദയം നിനക്ക് നൽകാം മാതാവേ. മഞ്ഞപ്പൂവായി മാനസവും കാഴ്ചവെക്കാം മാതാവേ. വെള്ളപ്പൂവായി എന്നെ മാറ്റണമേ. സ്ലീവാലാരി മുദ്രിതയാക്കണമേ മാതാവേ. റോസാമിസ്റ്റിക്ക മാതാവേ, റോസാപ്പൂക്കളുമായി അണയാം ഞാൻ. ഇനി നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് എഴുതണം കേട്ടോ. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ശാന്തിയും സമാധാനം നിറഞ്ഞ് ഒരാഴ്ച ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.